السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. وبعد. ബഹുമാന്യരായ ജാമിയ മർക്കസിലെ മുദരിസ്മാരുടെ വിവിധ കുല്ലിയകളുടെ മുദീറുമാരുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം നിർവഹിക്കുവാൻ സാധിക്കുന്ന മറ്റു ജീവികളെക്കാൾ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ഒരു മൃഗത്തിൻ്റെ സോഫ്റ്റ്വെയർ പരിശോധിക്കുമ്പോൾ അതിലാകെ 3 അല്ലെങ്കിൽ 4 ഘടകങ്ങൾ മാത്രമാണ് അതിൻ്റെ മദർ ബോർഡിൽ ഉണ്ടാവുക. ഭക്ഷിക്കുക, ഉറങ്ങുക, ഇണചേരുക, കൂടുണ്ടാക്കുക. അതാണ് ഒരു പക്ഷിയുടെ സോഫ്റ്റ്വെയറിൽ ഉള്ള മദർ ബോർഡിലുള്ള 4 പോയിന്റുകൾ. 5ാമത്തെ ഒരു പോയിന്റ് വികസിപ്പിച്ചെടുക്കാൻ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് മൃഗങ്ങൾ സ്കൂളുകൾ ആരംഭിക്കാത്തത്, പക്ഷികൾ ബിസിനസ് ശൃംഖല തുടങ്ങാത്തത്. എന്നാൽ മനുഷ്യനാകട്ടെ ഓരോ സെക്കൻഡിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ, കണ്ടുപിടുത്തത്തിൻ്റെ ആവശ്യകത വരുന്നത് അവൻ്റെ അന്വേഷണങ്ങളിലൂടെയാണ്. ചില കാര്യങ്ങൾ നടത്തണം എന്ന സ്വപ്നത്തിൻ്റെ ശേഷമാണ് കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതില്ല. ഈ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ആണ് അള്ളാഹു മനുഷ്യന് ഈ ഭൂമിയുടെ അഡ്മിനിസ്ട്രേഷൻ ചുമതല നൽകിയത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ മനുഷ്യന് ഭരണ ചുമതല കൊടുക്കാനുള്ള കാരണം അവൻ എപ്പോഴും വികസനത്തിൻ്റെ പാതയിലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന മതപണ്ഡിതന്മാർ ഓരോ സെക്കൻഡിലും അവരുടെ കഴിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇഹ്യാ സുന്നയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അൻസാർ സ്വാഗത പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. കുറേ നീട്ടി പരത്തി പറയുക എന്നതല്ല, പോയിന്റുകൾ പറയണം.
അങ്ങനെ അപ്ഡേഷൻ ആണ് ഇല്ലാതെ പോകുന്നത്, ബാക്കിയൊക്കെ റെഡിയാണ്. പരിശീലനം സിദ്ധിച്ച ഒരു പ്രഭാഷകനും പരിശീലനം സിദ്ധിക്കാത്ത 1,00,000 പ്രഭാഷകരുമായി ഈ സമൂഹത്തിന് ഉപകാരപ്പെടുക പരിശീലനം സിദ്ധിച്ച ആ ഒരാളാണ്. അല്ലാത്ത ആളുകളെ കൊണ്ട് സമൂഹത്തിന് യാതൊരു ഗുണമുണ്ടാവില്ല. പരിശീലനം സിദ്ധിച്ച എഴുത്തുകാരൻ, ആ എഴുത്തുകാരന് ലോകത്ത് മാർക്കറ്റുണ്ട്. MT അദ്ദേഹം രോഗശയ്യയിലാണ്. ഇന്നത്തെ പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ MT രോഗശയ്യയിലാണ്. അദ്ദേഹത്തിൻ്റെ രോഗം മാറുന്നതിന് വേണ്ടി മന്ത്രിമാരും എല്ലാ നല്ലവരായ ആളുകളും പ്രാർത്ഥനയിലാണ് എന്ന് ഇന്നത്തെ പത്രത്തിൽ നാം കാണുന്നു. എന്താണ് MTയുടെ പ്രത്യേകത? അദ്ദേഹം സാഹിത്യകാരനാണ്. സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നവൻ്റെ ദുഃഖം സമൂഹത്തിനു മുൻപിൽ എത്തിച്ചു കൊടുക്കുകയും ദുഃഖങ്ങൾ തുടച്ചു മാറ്റാൻ പരമാവധി ആളുകളുടെ സഹകരണം ആഗ്രഹിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നവരാണ് സാഹിത്യകാരന്മാർ. ഏറ്റവും വലിയ സാഹിത്യം ഖുർആനാണ്. ആ ഖുർആൻ വന്നത് ദുഃഖിതരെ ദുഃഖത്തിൽ നിന്ന്, ഇരുട്ടിൽ കഴിയുന്നവരെ ഇരുട്ടിൽ നിന്ന്, വിവരമില്ലാത്തവരെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഖുർആൻ വന്നത്. ഖുർആൻ്റെ ആ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ആണ് ഇവിടെ മറ്റെല്ലാ സാഹിത്യങ്ങളും ഇപ്പോൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒരംശം സാഹിത്യത്തിൽ ഇല്ലെങ്കിൽ ആ സാഹിത്യം ആർക്കും വേണ്ട. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എല്ലാ ദിവസവും പുതിയ പുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ വരും. എഡിറ്റ് ചെയ്യാനും അവതാരിക എഴുതാനും ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് കിട്ടാനും ഒക്കെ. എന്നാൽ വരുന്ന ഓരോ പുസ്തകവും അദ്ദേഹം പരിശോധിക്കും. എന്നിട്ടാണ് അദ്ദേഹം അതിൽ മാർക്കിടുക. കുറേ കടലാസുകൾ കൂടുമ്പോൾ ഒരു സാഹിത്യമാവുകയില്ല. കുറേ ഒച്ചപ്പാടുകൾ കൂടുമ്പോൾ ഒരു പ്രസംഗമാവുകയില്ല. വിവരമില്ലാത്തവന് വിവരം നൽകുന്ന പുസ്തകങ്ങൾ, ദുഃഖിക്കുന്നവന് ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുന്ന പ്രഭാഷണങ്ങൾ, അത് നൽകാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ഇഹ്യാഉസ്സുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പരിപാടിയിൽ കുട്ടികൾ സദസ്സിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടി സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകിയതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെ എല്ലാവരും ഇത് വിജയിപ്പിക്കണം. അങ്ങനെ വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രാർത്ഥന കിട്ടും, ഉസ്താദുമാരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നിങ്ങളെ വിജയിപ്പിക്കുക. സാഹിത്യ മേഖലയിൽ കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അവസരം ഉണ്ടാവില്ല എന്ന് കരുതരുത്. മൂലയിൽ കഴിയുന്ന എത്രയോ ആളുകൾ പിന്നീട് ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. ഉയരങ്ങളിലെത്തിയ എത്രയോ ആളുകൾ താഴേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ വീണവരിൽ ആയി പോകാതെ ഉയരങ്ങൾ കീഴടക്കിയവരുടെ പട്ടികയിലെത്താൻ ആഗ്രഹിക്കുകയും ധാരാളം കേൾക്കുക. ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഉസ്താദുമാരൊക്കെ അത് ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹമുള്ള ആളുകളൊക്കെ എല്ലാവരും സജീവമായി ഒന്ന് മനസ്സിരുത്തിയാൽ കുട്ടികളുടെ വളർച്ചയിൽ അത് വലിയ ഒരു
ഫാക്റ്റായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ധാരാളം കേൾക്കുക പ്രസംഗം, എന്നിട്ട് ആ പ്രസംഗത്തിലുള്ള പോയിന്റുകളും ശൈലികളും പ്രത്യേക പദങ്ങളും എല്ലാം നോട്ട് ചെയ്യുക. അപ്പോഴാണ് നല്ലൊരു വൊക്കാബുലറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. തിരുവനന്തപുരത്തുള്ള നമ്മളെ ഒരു പ്രവർത്തകൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സംസാരമധ്യേ പറഞ്ഞു വിനാവിളംബം. പെട്ടെന്നത് മനസ്സിലായില്ലെങ്കിലും പിന്നെ 2-3 തവണ അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഇതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് തെക്കോട്ടുള്ള ആളുകളുടെ സംസാരത്തിൽ നല്ല നല്ല പദങ്ങളുണ്ടാവും. അവരെ കുടുംബത്തിൽ തന്നെ അത്തരം പദങ്ങൾ, വീട്ടിൽ നിറയെ അത്തരം പദങ്ങളാണ്. രാഖ്യു രാമാനം എന്ന് പറയും. രാഖ്യു രാമാനം അതൊരു പക്ഷേ മലബാറിൽ ആദ്യം കേൾക്കുകയായിരിക്കും. രാഖ്യു രാമാനം എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാണ്. രാത്രിക്കു രാത്രി, ഇതുപോലെയുള്ള പദങ്ങൾ, ആ പദങ്ങൾ മാത്രം പഠിച്ചു വെച്ച് അത് പ്രസംഗിച്ചാൽ അത് പ്രസംഗമാവില്ല. അങ്ങനെ പറയുന്ന ആൾക്ക് പ്രാസംഗികൻ എന്നാണ് പറയുക. പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ കോമാളി എന്നാണ് അർത്ഥം. പ്രാസംഗികൻ കോമാളി, പ്രസംഗകൻ അതാണ്. അപ്പോൾ ഒരു പ്രസംഗകനാകണമെങ്കിൽ പത്രങ്ങൾ വായിക്കണം. എല്ലാ ദിവസവും പത്രങ്ങൾ, അരമണിക്കൂറെങ്കിലും പത്രങ്ങൾ വായിക്കണം. പ്രഭാഷണങ്ങൾ കേൾക്കണം. അങ്ങനെ സാഹിത്യ മേഖലയിൽ പരിശീലനം സിദ്ധിച്ച കുറേ ആളുകൾ നമുക്ക് ഉണ്ടായാൽ മാത്രമേ അഹ്ലുസുന്നത്തിൻ്റെ ആദർശം പ്രചരിപ്പിക്കാൻ ഭാവിയിൽ ആളുണ്ടാവുകയുള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇഹ്യാഉസ്സുന്നയുടെ 40 കൊല്ലം, ആ 40 കൊല്ലത്തിനിടയിൽ ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ രചന നടത്തിയവരിൽ വലിയൊരു ടീം ഇഹ്യാഉസ്സുന്നയുടെ സന്തതികളാണ്. പല വിഷയങ്ങളിലും നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നവരുണ്ട്. അതൊക്കെ ഈ കളരിയിൽ നിന്ന് വിജയിച്ചവരാണ്. മെല്ലെ മെല്ലെ നടന്ന് സാഹിത്യ മേഖലയെ സമ്പന്നമാക്കാൻ ചെറിയവർക്കും വലിയവർക്കുമെല്ലാം കഴിയും. സർഗശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട്. പ്രസംഗിക്കാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതാണ് ഇന്ന് ഉറുദു കുട്ടികളുടെ സാഹിത്യ പരിപാടിയുടെ ഖിറാഅത്ത് അർ-റഹ്മാനു എന്ന് പറയുന്ന ആ വാക്യത്തിൽ അല്ലമഹുൽ ബയാൻ, മനുഷ്യന് പ്രഭാഷണത്തിനുള്ള സർഗശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാവർക്കും വിവരിക്കാനുള്ള കഴിവുണ്ട്. ഒരാളെ ബാത്റൂമിൽ കൊണ്ടുവന്ന ബക്കറ്റ് കാണാതെയായി. ആ ബക്കറ്റ് കാണാതെ ആയാൽ അത് കിട്ടുന്നത് വരെ ആ നഷ്ടപ്പെട്ടവനും പ്രസംഗിച്ചു കൊണ്ടിരിക്കും. അതിന് സാഹിത്യ സമാജവും വേണ്ട, എഴുതി കൊടുക്കുകയും വേണ്ട. സർഗശേഷിയുള്ള ആളാണെങ്കിൽ അയാൾ പല പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൽമുൽ ബയാനും ഒക്കെ ആ ബക്കറ്റ് പോയി എന്നുള്ള അവതരണത്തിൽ ഇങ്ങനെ കേൾക്കാം. ഒരു ദിവസം ശ്രദ്ധിച്ചാൽ മതി. വീണ് പോയത് ബക്കറ്റ് തന്നെ ആവണമെന്നില്ല. അങ്ങനെ അരമണിക്കൂർ അയാൾ വിഷയങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബക്കറ്റ് കിട്ടിയാൽ അയാളെ പ്രസംഗം ലക്ഷ്യം കാണുകയാണ്. ഇതൊരു ഉദാഹരണമാണ്. ഒരു തവണ ക്യാഷ് കൊടുത്തു ബസ് യാത്രയിൽ. കണ്ടക്ടർ രണ്ടാമതും ചോദിക്കാൻ വന്നാൽ നമ്മളെ സർഗശേഷി ഉണരും. നമ്മൾ ആ കണ്ടക്ടറോട് മറുപടി പറയും, തട്ടിക്കയറും. നമ്മളെ പദസമ്പത്തുകളൊക്കെ പുറത്തേക്ക് വരും. കേൾക്കുന്ന ആളുകൾ പറയും, ഇദ്ദേഹത്തിന് ശരിക്കും പരിശീലനം കൊടുത്താൽ നമുക്ക് നല്ലൊരു പ്രഭാഷകനെ കിട്ടും. അങ്ങനെയാണ് ചില ആളുകളൊക്കെ പ്രഭാഷണ കലയിലേക്ക് എത്തിയത്. ഞാനീ പറഞ്ഞ വിഷയം നിങ്ങൾ പിന്നീട് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇപ്പം ആലോചിക്കേണ്ട. സർഗശേഷി മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പുറത്ത് വരണമെങ്കിൽ ചില നിമിത്തങ്ങൾ വേണം. ആ നിമിത്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബക്കറ്റ് കാണാതായപ്പോൾ ആ സർഗശേഷി പുറത്തു വന്നു.
ചില കുട്ടികൾ ബാത്റൂമിൽ കയറിയ പാട്ട് പാടും. പുറത്ത് ആ പാട്ട് കേൾക്കുന്ന ആൾ വേറൊരാളോട് പറഞ്ഞു, എന്തോ ഒരു കഴിവുള്ള ആളാണ്, അവന് ചെറിയൊരു പാട്ട് എഴുതി കൊടുത്തു, അത് സാഹിത്യ സമാജത്തിൽ അവതരിപ്പിച്ചു, അങ്ങനെ ഒരു കപ്പും സോസറും കിട്ടി. അടുത്ത പ്രാവശ്യം വലിയത് കിട്ടുമെന്ന് കരുതി വീണ്ടും പഠിച്ചു. അങ്ങനെ പഠിച്ചാണ് പ്രസംഗത്തിൻ്റെ സ്റ്റേജിലെ ആൾ പിന്നെ എത്തിയത്. അപ്പം സർഗശേഷി മനുഷ്യന് കൊടുത്തിട്ടുണ്ട്, നിരാശപ്പെടരുത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രഭാഷകനുണ്ട്. ആ പ്രഭാഷകൻ്റെയും മുമ്പിൽ എത്താനുള്ള കഴിവ് വളർത്തിയെടുത്താലുണ്ടാകും. അതിന് വായിക്കണം, കേൾക്കണം, ഉത്സാഹിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇഹ്യാഉസ്സുന്നയെ നാം പിന്തുണക്കുക. ഇഹ്യാഉസ്സുന്ന നമ്മെ പിന്തുണക്കും. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ പ്രഭാഷണത്തിലൂടെയാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. ഈ സ്ഥാപനവും നമ്മളെ സുന്നി പ്രസ്ഥാനവും ഒക്കെ ഉസ്താദ് ഉണ്ടാക്കിയത് ഉസ്താദിൻ്റെ പ്രഭാഷണ കലയിലൂടെയാണ്. ഇപ്പോൾ ഉസ്താദ് പ്രഭാഷണം ചെയ്യേണ്ടതില്ല. പ്രഭാഷണം ചെയ്ത് ആ പ്രഭാഷണം പരിശീലിപ്പിച്ച് വലിയൊരു ടീമിനെ ഉണ്ടാക്കിയെടുത്ത് ആ ടീം അടുത്ത തലമുറയെ വാർത്തെടുത്ത് അങ്ങനെ പുതിയ തലമുറകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ആണ് ഉസ്താദിൻ്റെ വാക്കുകൾ കൊണ്ട് തുടക്കം കുറിച്ച ഇഹ്യാഉസ്സുന്ന ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നല്ല നിയ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ഇത് വിജയിപ്പിക്കുക. നമ്മളെ ബഷീർ സഖാഫി, അതുപോലെ ജസീൽ സഖാഫി, അവർക്കെല്ലാമാണ് ഇതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. അവർ പ്രത്യേകം നിങ്ങളെ ശ്രദ്ധിക്കുകയും ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കളരിയിലൂടെ ധാരാളം കഴിവുകൾ ഉള്ള പ്രതിഭകളെ ഈ ഉമ്മത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.